ഇത് പാസ്പോർട്ട് ഓഫീസിൽ ഹോണ്ട ഡിയോ വണ്ടി നമുക്ക് സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിനകത്ത് നമുക്ക് പറഞ്ഞാൽ കംപ്ലയിൻസ് പറഞ്ഞാൽ ഫ്രണ്ട് അടിക്കുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് അടിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഇതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിട്ട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമ്പൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീൽ പിടിക്കുന്ന ഷാഫ്റ്റ് വേണത്, അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേക്ക് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം നല്ല ടയറാണ്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അത് നമ്മൾ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്കേജ് കാണുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ വന്ന് പുറത്തേക്ക് വന്നു തുടങ്ങിയതാണ്. അപ്പോൾ അത് കൈയോടെ കൂട്ടത്തിൽ ചെയ്ത് പോകണമെന്ന് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കിടന്ന് ഓടുന്തോറും കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഇപ്പോൾ നിലവിൽ ബെയറിങ്ങിന് വേറെ പ്ലേ ഒന്നുമില്ല. ബെയറിങ്ങിൻ്റെ ഭാഗം ഓക്കെയാണ്, പക്ഷേ ഓയിൽ ലീക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ ഓയിൽ ടോപ്പ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം, ആ കുറവുള്ള ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഇല്ല. കൂടുതൽ ഓയിൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് മാർഗ്ഗം ഉണ്ടാവില്ല. അപ്പോൾ അയച്ച് കഴിഞ്ഞാലുള്ള പ്രോബ്ലം നമുക്കിപ്പോൾ ആ ബെയറിങ് ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ പോലും ആ ബെയറിങ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം. കൈയോടെ ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞോളൂ, നോക്കിയിട്ട് പറഞ്ഞേ. ഏകദേശം നമുക്കൊരു 1000 രൂപ അടുത്ത് അത് മാറി ചിലവ് വരും. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ലേബർ ചാർജും അതേപോലെ തന്നെ ഗ്യാസ്കറ്റ്, ബെയറിങ്, ഓയിൽ സീൽ, ഓയിൽ റബ്ബർ പൈപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വരും ഇതിനകത്ത്. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേരെ, ഞാൻ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ക്ലച്ച് സൈഡ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഇവിടെ വരുന്ന ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലുള്ള ഓയിൽസീലും ലീക്കേജ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഓയിൽസീൽ എന്തെങ്കിലും മാറ്റണം കേട്ടോ. മറ്റേതും ലീക്ക് വരും, ഇനി അങ്ങോട്ടേക്ക് കൂടുതലാണ് വരുള്ളൂ. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇത് കൈയോടെ നമുക്ക് മാറ്റിയിട്ടേക്കാം. പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്ത് തന്നെ ബാക്കിയത്തെ പാർട്സാണ് ക്ലച്ച് വെയിറ്റ്, അതിൻ്റെ ഡ്രമ്മ്, ബെൻഡക്സ് യൂണിറ്റ്, അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി കൂട്ടത്തിൽ ചെക്ക് ചെയ്തുകൊണ്ട് കമ്പനി ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് നല്ല ബെൽറ്റാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പിന്നെ പഴക്കമായിട്ടില്ല. പിന്നെ ഈ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്തിട്ടാം. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി ഇടാം. പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു ലീക്കേജ് കാണിക്കുന്നുണ്ട് ഈ സൈഡിലിടാം. അപ്പോൾ അതൊന്ന് അഴിച്ചാൽ ഗ്യാസ്കറ്റ് കൈയോടെ മാറ്റിയിടാം. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസുകളൊന്നും പ്രത്യേകിച്ചില്ല, അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, നമുക്ക് ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്ന് നോക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ചാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ടയറിനകത്ത് ഒരുപാട് ഏറ് കൂടുതലടിച്ചിട്ടേ കാരണം അതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് എനിക്ക് തോന്നിയുള്ളൂ, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഫ്രണ്ടിലത്തെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആകുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുതിയ പ്ലഗ് ഇറങ്ങാം കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ലെവൽ കുറവൊന്നുമില്ല, മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം. ആ ഗിയർ ബോക്സിൻ്റെ കേസ് മാത്രം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. 2023 മോഡൽ ബാറ്ററി വണ്ടി മേടിക്കണം, 13 വോൾട്ട് കാണിക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് 9.2 ബാറ്ററിയുടെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് കാണുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വീഡിയോസ് ഒക്കെ വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം. ഗിയർ ബോക്സും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം, അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ.